മഞ്ജുവിന്റെ സ്വപ്നങ്ങൾ തകർത്ത ആ ഒരു കാലത്തെക്കുറിച്ച് മഞ്ജു പറയുമ്പോൾ അതങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മഞ്ജു ഇപ്പോൾ എവിടെ എത്തിയേനെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്തു മഞ്ജു. വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷകാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകളാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകളുമെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും മഞ്ജു ചുവടുവെച്ച് കഴിഞ്ഞു. ഇപ്പോഴിതാ കോവിഡ് ലോക്ക്ഡൌൺ ആണ് തന്റെ ബോളിവുഡ് സിനിമാ സ്വപ്നങ്ങളെ തകർത്തതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ബോളിവുഡ് അരങ്ങേറ്റമാകേണ്ട ചിത്രമായിരുന്നു അമേരിക്കി പണ്ഡിറ്റ്. ആർ മാധവനായിരുന്നു ചിത്രത്തിലെ നായകൻ. കോവിഡ് ലോക്ക്ഡൌണിൽ തുടർന്ന് പിന്നീട് സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. സ്ക്വേഡ് ഗെയിംസ് എന്ന അനുരാഗ് കാശ്യപ് സംവിധാനം ചെയ്ത ഹിന്ദി സീരീസിലേക്കും മഞ്ജു ഓഡിഷൻ നടത്തിയിരുന്നു. തന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഓഡിഷൻ നടത്തിയത് ഈ സീരീസിന് വേണ്ടിയായിരുന്നു എന്ന് പറയുകയാണ് മഞ്ജു വാര്യർ. ഞാൻ ആർ മാധവനൊപ്പം ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. എന്നാൽ COVID-19 ഷൂട്ട് തടസ്സപ്പെടുത്തി. ചില കാരണങ്ങളാൽ അത് ഞങ്ങൾക്ക് പുനരാരംഭിക്കാനായില്ല. അതൊരു മനോഹരമായ പദ്ധതിയായിരുന്നു. പിന്നീട് മാധവൻ റോക്കറ്ററി ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായി. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, സിനിമയുടെ സ്ക്രിപ്റ്റ് അതിമനോഹരമായിരുന്നു. അതിനു മുമ്പ് ഞാൻ സീക്രട്ട് ഗെയിമിനായി ഓഡിഷൻ നടത്തിയിരുന്നുവെന്നും മഞ്ജു പറഞ്ഞു. ഫൂട്ടേജ് സിനിമയുടെ ഹിന്ദി റിലീസിനോടനുബന്ധിച്ച് നടത്തിയ ഈ അഭിമുഖത്തിൽ അനുരാഗ് കാശ്യപും ഭാഗമായിരുന്നു. സ്ക്വേഡ് ഗെയിംസിൽ എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലേക്ക് ആദ്യം താൻ മഞ്ജു വാര്യരെ പരിഗണിച്ചതാണെന്ന് അനുരാഗ് കാശ്യപ് പറയുന്നു. ഈ കാസ്റ്റിംഗ് നടക്കാതെ പോയതിനെക്കുറിച്ചും സംവിധായകൻ സംസാരിച്ചു.